ഇന്ന് ഞാനിവിടെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ മയണൈസ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 4 പീസ് സാൻഡ്വിച്ച് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ്, ഒരു കുക്കുംബർ, കുറച്ച് ലെറ്റ്യൂസ്, ബെൽ പെപ്പേഴ്സ് ഞാനിവിടെ റെഡും ഗ്രീനും എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ക്യാബേജ്, പിന്നെ ഇതിലേക്ക് ഞാൻ ഗാർലിക് മയണൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബട്ടറും ഞാൻ ഗാർലിക് ഹെർബ്സിൻ്റെ ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് റെഡ് ചില്ലി സോസാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം ഞാനിവിടെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ലെറ്റ്യൂസ്, ക്യാബേജ്, ബെൽ പെപ്പേഴ്സ് ഗ്രീൻ, റെഡ്, കുക്കുംബർ, ഇത് ഇത്രയാണ് ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മയണൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡിൽ തേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലായിടത്തും വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി മറ്റൊരു ബ്രെഡ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് അടയ്ക്കണം. ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഗ്രിൽ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴേക്ക് ഞാനിവിടെ ഒരു കാസ്റ്റ് ആൻഡ് ഗ്രിൽ പാനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. എല്ലായിടവും വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഗാർലിക് ബട്ടർ ആയതുകൊണ്ട് നല്ല ഗാർലിക്കിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന സാൻഡ്വിച്ച് നമുക്കിതിലേക്ക് വെച്ചിട്ട് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഒരു സൈഡ് റെഡിയാകുമ്പോഴേക്ക് നമുക്കിതൊന്ന് മറച്ച് വെച്ച് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ സാൻഡ്വിച്ച് നമുക്ക് ട്രയാങ്കിളിൽ കട്ട് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ മയണൈസ് സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായി. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.